നമസ്കാരം. ദേ ഈ കാണുന്ന കള്ളർ ചിത്രം കണ്ടോ? നല്ല ഭംഗിയുള്ള സന്തോഷത്തോടു കൂടി നിൽക്കുന്ന യുവമിഥുനങ്ങൾ. അടുത്ത കാലത്ത് വിവാഹം കഴിഞ്ഞവർ. പക്ഷേ ആ ചിത്രത്തിൽ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ. അതിലുള്ള ഒരു സ്ത്രീകളും ഇന്നിപ്പോ ജീവിച്ചിരിപ്പില്ല. അതിൽ റിമയുണ്ട്, അതിൽ അതുല്യമുണ്ട്, അതിൽ വിസ്മയമുണ്ട്, അതിൽ ഉത്രയുണ്ട്. അങ്ങനെ ആ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ്. കേരളത്തിൽ വിവാഹവും സ്ത്രീധനത്തിന്റെയും പേരിൽ സമൂഹത്തിൽ നിന്ന് മാച്ചു കളയപ്പെടുന്ന കുറേയേറെ ജീവനുകൾ. ആരാണ് ഉത്തരവാദി? ഒറ്റ ഉത്തരവേ ഉള്ളൂ, രക്ഷിതാക്കൾ മാത്രമാണ്. അതായത് പല കണ്ണീരുകളും മകൾ നഷ്ടപ്പെട്ടതിന് ശേഷം അവരുടെ രക്ഷിതാക്കളിൽ നിന്ന് മാധ്യമങ്ങളിലൂടെ കാണുകയാണ്. നിർവികാരതയാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ തോന്നാൻ കാരണം നിങ്ങളുടെ ഈ കണ്ണീർ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ പോയതിന്റെ പേരിലാണ് ആ ജീവനുകൾ ഇന്ന് ഇല്ലാതെ പോയി. കണ്ണൂരിൽ 3 വയസ്സുള്ള കുഞ്ഞിനെ നെഞ്ചിൽ ചേർത്തുകൊണ്ട് പുഴയിൽ ചാടിയ റിമ, അതുല്യ ഷാർജയിൽ മരണപ്പെട്ടത് ക്രൂരമായ സ്ത്രീധന പീഡനം. അതായത് അടുത്ത തലമുറയെ ജീവിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കാണ്. ആരാണ് നിങ്ങളെ അത് പഠിപ്പിച്ചത്? സ്വന്തം ചോയ്സ് പോലും അംഗീകരിക്കാതെ, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീയും പുരുഷനും ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, രക്ഷിതാവാണെന്ന അധികാരം നിങ്ങൾ പ്രയോഗിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒപ്പം താമസിക്കേണ്ടത് ആ സ്ത്രീയും ആ പുരുഷനുമാണ്. അവരവരുടെ ചോയ്സ്, തീരുമാനം, എനിക്ക് വേണ്ട പാർട്ട്ണർ, അത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ കണ്ടെത്തി കുടുംബമഹിമ, സർക്കാർ ജോലി, വലിയ തറവാട്ട് മഹിമകൾ, അല്ലെങ്കിൽ അതുപോലുള്ള കുറെ പ്രിവിലേജുകൾ, ഇതിന് മുൻഗണന കൊടുത്ത് പല പെൺകുട്ടികളെയും എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നത് എവിടേക്കാണെന്നറിയാം? നരകത്തിലേക്കാണ്, വീടുകളിലേക്കല്ല. അതായത് സാമ്പത്തികത്തിന് ആക്രാന്തം മൂത്തിരിക്കുന്ന കുറെ ഇടങ്ങളിലേക്ക് നിങ്ങൾ എടുത്തെറിഞ്ഞു കൊടുക്കുകയാണ്. ആ വിവാഹം എന്ന സിസ്റ്റം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കാലിക്കച്ചവടത്തിനോട് വേണമെങ്കിൽ നമുക്കത് ഉപമിക്കാം. അതായത് പെണ്ണ് കാണൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അത് നമ്മുടെ നാട്ടിൽ നിങ്ങളൊന്ന് കാലിച്ചന്ത ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കാലികളെ വിൽക്കുന്ന ചന്ത. അവിടെ ഒരു കാലിയെ കാണിക്കുകയാണ്. സാധാരണഗതിയിൽ കാലിയെ കാണിക്കുമ്പോൾ ഉടമയ്ക്ക് അങ്ങോട്ട് പണം കൊടുത്താണ് ആ കാലിയെ മേടിക്കാറുള്ളത്. പക്ഷെ ഇവിടെ ഈ വിവാഹത്തിലെ പെണ്ണ് കാണൽ ചടങ്ങെന്ന് പറഞ്ഞാൽ കാലിയെ കാണിക്കുമ്പോൾ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന ഒരു പുരുഷനെ കാണിക്കുകയാണ്. അടിമുടി നോക്കിയതിനു ശേഷം പുരുഷന് താല്പര്യം ഉണ്ടോ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം താല്പര്യമില്ലെങ്കിൽ അതോടുകൂടി കഴിയുന്നു. അടുത്ത ആൾ വരുമ്പോൾ വീണ്ടും അതേ വേഷം കെട്ടി നിൽക്കണം. സ്വാഭാവികമായിട്ട് കാലിയെ വാങ്ങിക്കാൻ വരുന്നവരും അവർക്ക് ഇഷ്ടപ്പെടാത്തതിനാകുമ്പോൾ വാങ്ങിക്കത്തില്ല, അല്ലെങ്കിൽ അവർക്ക് താല്പര്യം കുറവാണ് എന്നുള്ള നിലയ്ക്ക് അവർ വാങ്ങാതെ പോകും. ഏറ്റവും ഒടുവിൽ പണം ഉടമയ്ക്ക് കൊടുത്തിട്ടാണ് കാലിയെ മേടിക്കാറുള്ളത്. പക്ഷേ ഈ സ്ത്രീകളുടെ പെണ്ണുകാണൽ കാലിച്ചന്തയിൽ സംഭവിക്കുന്നത് പണം അങ്ങോട്ട് കൊടുത്ത് ഈ പെൺകുട്ടിയും കൂടെ ഇറക്കി വിടുകയാണ്. അതായത് ഈ വീട്ടിൽ എന്തോ ഒരു ബാധ്യതയായിരുന്ന പോലെ അവരുടെ വീട്ടിൽ സാമ്പത്തികമുണ്ട്. ആ സാമ്പത്തികത്തിൽ വേണം പിന്നീട് ജോലിയില്ലാതെ അല്ലെങ്കിൽ ദേഹം അനങ്ങാതെ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കേണ്ടത് സ്ത്രീയുടെ വീട്ടുകാരാണ്. എന്ത് നല്ല കാഴ്ചപ്പാടാണ്! ആരുണ്ടാക്കി കൊടുത്ത സിസ്റ്റം ആയിരുന്നാലും വിയർപ്പോഹരി ഇല്ലാതെ കുറെ കാശ് ചുളുവിന് കിട്ടും. അത് എത്രത്തോളം ഊറ്റിയെടുക്കാൻ പറ്റുമോ പെൺകുട്ടികളെ അവിടെ ഇട്ട് പീഡിപ്പിച്ച് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവരിൽ നിന്ന് പരമാവധി ചൂഷണം ചെയ്യുന്ന ഒരു സംസ്കാരം. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല വേളകളിലും രക്ഷിതാക്കളോട് പറയും. അപ്പോ പതിവ് ഡയലോഗുകളുണ്ട്. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ മക്കളെ, ജീവിതമല്ലേ, നീ ഇതൊക്കെ സഹിക്കണം, പെൺകുട്ടികളല്ലേ, കുറച്ചൊക്കെ നമ്മൾ സഹിക്കണം, സഹിഷ്ണുത ഉണ്ടാകണം എന്ന ഉപദേശം കൊടുത്ത് ഈ മണ്ണിൽ നിന്ന് അവർ ഇല്ലാതാകുന്നതിൻ്റെ അന്ന് നിങ്ങൾ എന്തിനാണ് പൊട്ടിക്കരയുന്നത്? നിങ്ങളല്ലേ എറിഞ്ഞു കൊടുത്തത്? നിങ്ങളല്ലേ വീണ്ടും വീണ്ടും പീഡനത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോലും അവിടെ പിടിച്ചു നിർത്തിയത്? നിങ്ങളല്ലേ കൈയൊഴിഞ്ഞ് അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടത്? ആ തള്ളിവിട്ടതിന് ശേഷം എന്തിനാണ് ഈ കരയേണ്ട കാര്യം? ആ കരച്ചിലിനെ നിങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഇവരെല്ലാവരും ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നേനെ. ഒരിക്കലും ചേർന്ന് പോകാത്ത അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം. അങ്ങനെ ദുരിത കയത്തിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ തിരിച്ചു വിളിച്ച് സ്വന്തം മകൾ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന ഇടത്താണ് നിങ്ങൾ ഒരു രക്ഷിതാവാകുന്നത്. അല്ലാതെ ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അമ്മയും അച്ഛനും കൈയൊഴിഞ്ഞ് ഇതൊക്കെ സർവ്വസാധാരണമാണ്, നാട്ടു നടപ്പാണ് എന്നുള്ള നിലയ്ക്ക് അവരെ എറിഞ്ഞു കൊടുത്തിട്ട് ആ ഒരു ഭീകരന്റെ മുന്നിൽ കിടന്ന് അവസാനം ജീവിക്കാൻ നിവർത്തിയില്ല, ഈ ജീവൻ ഒടുക്കുന്നതാണ് നല്ലത് എന്ന നിലയിലേക്ക് അവരെത്തുമ്പോൾ ആ സന്ദർഭത്തിൽ നിങ്ങളോടൊന്നും ഒരംശം പോലും അവർക്ക് കരുണയോ സ്നേഹമോ ഉണ്ടാകില്ല, വെറുപ്പ് മാത്രമായിരിക്കും. കാര്യം ആ സന്ദർഭത്തിൽ പോലും ചേർത്ത് പിടിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെന്നേ. എന്തിനാണ് വിവാഹം എന്ന പേരിൽ വാരിക്കോരി സമ്പത്ത് കൊടുക്കുന്നത്? എന്തിനാണ് നിങ്ങൾ പ്രിവിലേജുകൾ തേടിപ്പോകുന്നത്? ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം അഴകിനപ്പുറത്തേക്ക്
പരിഗണിക്കുന്നവനാണോ? കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവന് സമ്പത്താണോ കൂടുതൽ താല്പര്യം? തറവാട്ട് മഹിമ വെച്ച് നോക്കുമ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടി ആ ബന്ധം വലിയ സംഭവമായി മാറും. പിന്നീട് അവിടെ എന്തെങ്കിലും പ്രശ്നമായി വന്നാൽ നാട്ടുകാർ എന്ത് പറ്റി എന്ന് ചോദിക്കും, ഞങ്ങളുടെ സ്റ്റാറ്റസിനെ ബാധിക്കും. മകൾക്ക് ഇങ്ങനെ ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ കുറച്ചിലുണ്ടാകും. ആ കുറച്ചിൽ ഇന്ന് നിങ്ങൾക്ക് എന്ത് അവസ്ഥയാണ് കൊണ്ട് സമ്മാനിച്ചിരിക്കുന്നത്? ആ അച്ഛനമ്മമാർ ഈ നാടിൽ ജീവിച്ചിരിക്കുന്ന ചില മനുഷ്യർക്ക് ഉദാഹരണങ്ങളാണ്. നിങ്ങളുടെ വീടുകളിലും ഉണ്ടാകും പെൺകുട്ടികൾ. വിവാഹം എന്ന പേരിൽ ഏതെങ്കിലും കാപാലികന്മാരോടെയോ അല്ലെങ്കിൽ സാമ്പത്തികത്തിന് ആക്രാന്തമുള്ളവന്മാരോടെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ക്രൂര പീഡനങ്ങൾ, ദാമ്പത്യം എന്തെന്ന് പോലും അറിയാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ കിടക്കുന്ന സ്ത്രീകളെ രക്ഷിക്കുക എന്ന് പറയുന്നതാണ് നിങ്ങൾ എടുക്കുന്ന ഏറ്റവും വലിയൊരു തീരുമാനം. ആ തീരുമാനത്തോടൊപ്പം നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വീട്ടിൽ ഫോട്ടോ വെച്ച് ഹാരയിടേണ്ടി വരില്ല. നിങ്ങളുടെ വീട്ടിൽ സന്തോഷവതിയായിട്ടുള്ള ഒരു സ്ത്രീയെ കാണാൻ കഴിയും. സ്വന്തം നിലയ്ക്ക് ജീവിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരു ഉറച്ച വനിതയെ സൃഷ്ടിക്കാൻ കഴിയും. ഇതൊന്നും ചെയ്യാതെ ആ ഉണ്ടായ അവസ്ഥയെ സ്റ്റാറ്റസ് വെച്ചിട്ടും കുടുംബമഹിമ വെച്ചിട്ടും നാട്ടുകാരെന്ത് പറയുമെന്ന് കരുതി നിങ്ങൾ മരണത്തിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഇന്നിപ്പോ ഈ കരയുന്ന കണ്ണീരിന്റെ മുന്നിൽ നിർവികാരത കാണിക്കാനേ കഴിയുള്ളൂ. നിങ്ങൾക്ക് രക്ഷപ്പെടുത്താമായിരുന്ന ആ ജീവൻ നിങ്ങൾ കൈവിട്ട് കളഞ്ഞു. എന്തിന്റെ പേരിൽ? ആരെ ഭയന്ന്? നിങ്ങൾ ജാതിയെ ഭയക്കുന്നു, മതത്തെ ഭയക്കുന്നു, അല്ലെങ്കിൽ ഈ സമൂഹത്തെ ഭയക്കുന്നു. എന്തിന്? ഇവരാരെങ്കിലും വിചാരിച്ചാൽ ഇന്ന് ആ ജീവൻ തിരിച്ചു കൊണ്ടു തരാൻ പറ്റൂ? ഇല്ലല്ലോ. അപ്പോ വിവാഹം എന്നാൽ ആഡംബരങ്ങളും ധൂർത്തും മറ്റുള്ളവർക്ക് മുന്നിലുള്ള ഷോകളുമല്ല, ജീവിതമാണ്. ആ ജീവിതങ്ങൾ സക്സസ് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നിടത്താണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ രക്ഷിച്ചെടുക്കുന്നത്. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മക്കളെ കാണുമ്പോൾ നിങ്ങൾ ഹൃദയം പൊട്ടി കരയുന്നുണ്ടെങ്കിൽ ആ ഹൃദയം പൊട്ടി കരയുന്നതിന് മുന്നോടിയായിട്ട് അവരെ രക്ഷിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. ആ അവസരങ്ങളിലെല്ലാം നിങ്ങൾ നിർവികാരരായി ഇരുന്നതിന് ശേഷം പിന്നീട് വെള്ളത്തുണിയിൽ പുതഞ്ഞ ആ ശരീരം കാണുമ്പോൾ നിങ്ങൾ പൊട്ടി കരയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കരച്ചിലിന് മുന്നിലും ഈ സമൂഹത്തിന് അതേ നിർവികാരത പ്രകടിപ്പിക്കേണ്ടി വരും. ഇന്നിപ്പോ നിങ്ങൾ ആരെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ പോകും? അതുകൊണ്ട് മക്കളെ സാമ്പത്തികം നോക്കി വരുന്നവർ, കുടുംബ മഹിമ നോക്കി വരുന്നവർ അവരുടെ കയ്യിലല്ല പിടിച്ചേൽപ്പിക്കേണ്ടത്. അവർ ജീവിക്കുമെന്ന് ഉറപ്പുള്ള ഇടങ്ങളിലാണ്. മറ്റുള്ളവരോട് പെരുമാറാൻ അറിയാവുന്ന വ്യക്തികളോടായിരിക്കണം, അത് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും, പരസ്പരം ജീവിത പങ്കാളിയാക്കേണ്ടത്. അതിന് ജാതി, മതം, നിറം, വർണ്ണം ഇതെല്ലാം വലിയ മാർഗങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള ബലിയാടുകൾ ഈ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കാം. അതിനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം രക്ഷിതാക്കൾ എന്ന നിലയ്ക്കുള്ള നിങ്ങളുടെ അധികാര പ്രയോഗം നിർത്തിയിട്ട് അവരുടെ കൂടി താല്പര്യങ്ങൾ കേൾക്കാനും അവരെ ചോയ്സിന് വേണ്ടി വിട്ടുകൊടുക്കാനും തയ്യാറാകാത്തിടത്തോളം കാലം കാലിച്ചന്തയിലേക്ക് ഇറക്കിവിടുന്ന മാതൃകയിൽ ഏതോ ഒരു അറവുശാലയിലേക്ക് അവർ കടന്നു പോകുന്നു എന്നുള്ളതാണ് ആ സിസ്റ്റം കൊണ്ട് ഇത്രയും ഇരകളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്.